ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഞാൻ വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പൂജ അമൽ എന്ന് പറയുന്ന കപ്പിൾസിനെ പറ്റിയിട്ടാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം പൂജ അമലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ എന്തിനാ മുത്തേ ഞാൻ, അപ്പം ഞാൻ പറഞ്ഞു തരാം. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ആചാരമായിരുന്നു എള്ളോളന്തരി കല്യാണങ്ങൾ. 18 വയസ്സാവുക, ഒളിച്ചോടുക, എള്ളോളന്തരി പാട്ടിടുക, വീഡിയോ എടുത്ത് ടിക്ടോക്കിൽ ഇടുക, വൈറലാവുക. ആ ടിക്ടോക്ക് ബാൻ ചെയ്തതോടുകൂടി അത് നിന്നു. അതിനുശേഷം നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാം വന്നു. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ റീൽസ് ഇട്ട് വൈറലായി അങ്ങനെ പോയ സമയത്ത് ഈ സമ്മർ വെക്കേഷന് നമ്മളുടെ എള്ളോളന്തരി പോലെ തന്നെ വീണ്ടും ഈ 18 വയസ്സ് കല്യാണങ്ങൾ ട്രെൻഡിങ് ആവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ട്രെൻഡിങ് ആയി വൈറലായ കപ്പിൾസാണ് പൂജ അമൽ എന്ന് പറയുന്നത്. അപ്പൊ അവരെ പറ്റിയിട്ടാണ് അവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അവർ നല്ല രീതിക്ക് പോകുന്നുണ്ട്, അങ്ങനെ പോട്ടെ. നമുക്കതൊന്നും അല്ല വിഷയം. നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഇവരുടെ കുറെ ഫാൻസിനെ പറ്റിയിട്ടാണ്. ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കഥാനായകനായ അമൽ നമ്മുടെ പൂജയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോകുന്നതാണ് വീഡിയോയുടെ ഫസ്റ്റ് തുടക്കം. നമുക്ക് വീഡിയോ കാണാം. പോയി ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. ഓക്കെ, ഹലോ ഗൈസ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു, കുളിച്ച് ഫ്രഷായി. ഞാൻ അവിടെ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളൊക്കെ കാണിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം. ഇവരുടെ വീഡിയോക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. കാര്യം ഇവർ ചെയ്ത പ്രവൃത്തിനെ എന്തോ ഭയങ്കര അടിപൊളിയായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ടീമിനെ നമുക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ പറ്റും. എനിക്ക് ബേസിക്കലി 18 വയസ്സായ ഉടനെ പോയി കല്യാണം കഴിക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്സിലാണെങ്കിലും പോലും അങ്ങനെ ഒരു ഡിസിഷൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരുത്താൻ നോക്കാറുണ്ട്. അതിനകത്ത് നിങ്ങൾ എന്നെ തള്ള വൈബെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചു, ഐ ഡോണ്ട് കെയർ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സെന്ന് പറയുന്നത് നമുക്ക് ഒരു കോമൺ സെൻസ് ഒന്നും ഇല്ലാത്തൊരു പ്രായമായിട്ടാണ് എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ നമുക്ക് ഒന്നും അറിയത്തില്ലടാ, നമ്മൾ കുഞ്ഞാടാ. ആ ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബഭാരത്തിന്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഏൽക്കാൻ പറ്റില്ല. സോ അതുപോലും മനസ്സിലാവാത്ത കുറെ ടീംസ് ഇതിനെ ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും പുച്ഛം തോന്നുന്നുണ്ട്. ഈ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടി പറയുന്ന ഡയലോഗ് കുട്ടി ഇവന്റെ അടുത്ത് ആ വീഡിയോയിൽ ഇവൻ അത് വൃത്തിക്ക് പിടിച്ചും പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഞാൻ ഇവിടുന്ന് പോയപ്പോ മറ്റേ ഡ്രസ് അവിടെ ഇട്ട് അത്രേ ഉള്ളൂ. ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോകുന്ന കാര്യം നീ എന്തുകൊണ്ട് വൃത്തിയാക്കുന്നില്ല? ഞാനൊരു കാര്യം പറയാം. എനിക്ക് വീഡിയോ കണ്ട സമയത്ത് ഈ ഒരു പോർഷൻ കണ്ട സമയത്ത് എനിക്ക് അത്ര ഫണ്ണായിട്ട് തോന്നിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി സ്കൂളിൽ പോയി പഠിച്ചിട്ട് എത്രയും എക്സോസ്റ്റഡ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചിട്ട് വന്നിട്ട് വീട്ടിലെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഈ പുള്ളി ആ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇനി അവള് വരുന്നത് ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് അടിച്ചിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ആ തുണി മടക്കി വെക്കാനുള്ള ഒരു മാനേഴ്സ് എങ്കിലും കാണിക്കണം. കാര്യം നിങ്ങളിപ്പോ പാർട്ട്നേഴ്സാണ്. നിങ്ങളിപ്പം നീ പറയുന്നുണ്ട് നീ ആ കുഞ്ഞിനെ പഠിക്കാൻ വിടുന്നുണ്ട് എന്നുള്ള രീതിക്ക്. സോ പഠിക്കാൻ വിടുന്ന സമയത്ത് ആ കുട്ടിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇച്ചിരി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഭർത്താവായിട്ടുള്ള നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നീ മനസ്സിലാക്കുക. ഓക്കെ, ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലെ ജോലി അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്തേക്ക് മാത്രം, ചോറും കറിയും വെക്കാനല്ല, വീടുന്ന് തൂത്ത് തുടച്ചിടാം, അതല്ലെങ്കിൽ ആ തുണിയൊന്നും മടക്കി വെക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ ചോട്ടു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. ആ Q&Aയിലോട്ട് പോവാം. എന്റെ സ്കൂളിൽ എത്തിയപ്പം എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് എന്റെ മാരേജിനെ കഴിഞ്ഞതിനെ പറ്റി വലുതായിട്ടൊന്നും ചോദിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീച്ച് ആയി നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ എല്ലാവരും ഫോളോ ആക്കണം, എല്ലാവരും ഫോളോ ചെയ്യുകയോ ഇങ്ങനെ കുറെ റിക്വസ്റ്റ് ചെയ്തു ക്ലാസ്സിലുള്ളവരെല്ലാം. അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ ഡീപ്പായിട്ട് എന്റെ പേഴ്സണൽ കാര്യത്തിലേക്ക് എന്തുകൊണ്ട് പെട്ടെന്ന് മാരേജ് കഴിച്ചു അതൊന്നും ചോദിച്ചില്ല. പിന്നെ ഇവനെ തിരക്കിയെന്ന്, കുറച്ച് പിള്ളേർക്ക് ഇവനെ തിരക്കിയെന്ന് പറഞ്ഞു. ഫാൻസ് ഒക്കെ ആയി ഫുള്ള്. സ്കൂളിലൊക്കെ ഭയങ്കര ഫാൻ ബേസ് ഒക്കെ ആയി. കാര്യം ഇൻസ്റ്റഗ്രാമിൽ റീച്ച് ആണ്, അതേപോലെ യൂട്യൂബിൽ റീച്ച് ആണ്, ഫുള്ള് ഫാൻ ബേസ് ആണ്. ചെറുക്കനും പെണ്ണിനും ഫാൻ ബേസ് ആണ്. അത് വെച്ചിട്ട് ആൾക്കാർ സംസാരിക്കുന്നുള്ളൂ. എന്താലേ ഇങ്ങനെ നിങ്ങൾക്ക് റീച്ച് ആവണമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. വെറുതെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇങ്ങനെയൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ജീവിക്കുന്നത്. കല്യാണം കഴിച്ചാൽ മതി, എന്ത് ചെയ്യാനാ, ചെറുക്കനില്ല. കുറെ പിള്ളേർ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഞാനിങ്ങനെ വാഷ്റൂമിലൊക്കെ പോകാൻ വേണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഈ കൊച്ചു പിള്ളേര്, എനിക്കിപ്പോ തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലും കൊച്ചു പിള്ളേരെ ഞാൻ വീഡിയോസ് ഒക്കെ കാണുന്നത്. കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും വന്നിങ്ങനെ എന്നോട് പറയും ആ ചേച്ചി ഭയങ്കര ഫാനാണ്, ചേച്ചി ചേട്ടൻ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ ഫോളോവർ ആണ്, ലൈക്ക് ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത്.
അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. കുഞ്ഞു പിള്ളേർ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, അയ്യോ ഞാൻ ചേച്ചിയുടെ ഫാനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കാര്യം അവർ നോക്കുന്ന ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്ന ആൾക്കാരെല്ലാം അവരുടെ കണ്ണിൽ സെലിബ്രിറ്റീസ് ആണ്. സോ അതുകൊണ്ടാണ് മോളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, ഈ വന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, നിങ്ങൾക്കും ഇതുപോലെ 18 വയസ്സ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ ഫോളോവേഴ്സ് കിട്ടും, അതുപോലെ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് വരും, പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാം, ലൈഫ് സക്സസ് ആവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായിരിക്കും അല്ലേ അടിപൊളി. എന്താ അല്ലേ? പെട്ടെന്ന് കെട്ടിയെന്നോ അങ്ങനൊന്നും ചോദിച്ചില്ല. ടീച്ചേഴ്സിന് കാര്യം അധികം ആരും തലയിടാൻ വന്നിട്ടില്ല. ടീച്ചേഴ്സും അങ്ങനെ തന്നെ ഒന്നിനെ പറ്റി ചെയ്തു. ഞാൻ അവിടെ പഠിക്കാൻ ചെന്ന സ്റ്റുഡന്റ് ആണ്, പഠിക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പഠിക്കുന്നു, വരുന്നു, അതേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യമൊന്നുമില്ല. അത് മോളുടെ തെറ്റായിട്ടുള്ള ചിന്തയാണ്. മോളെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത്. മോളുടെ മുമ്പിൽ നിന്നിട്ട് ഒരിക്കലും ഒരാൾ കുറ്റം പറയത്തില്ല, മനസ്സിലായോ? കുറ്റമായിരിക്കത്തില്ല എങ്കിലും ഒരാൾ മോളെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് മോളുടെ മുമ്പിൽ വെച്ച് സംസാരിക്കത്തില്ല. മോള് അറിയാതെ ആയിരിക്കും ടീച്ചേഴ്സ് സംസാരിക്കുന്നത്. സ്റ്റാഫ് റൂമിൽ നടക്കുന്നത് എന്താണെന്ന് മോക്കറിയാവോ? ഇല്ലല്ലോ. അവരെന്തായാലും ഇതിനെ പറ്റി സംസാരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മഹത്തരമായ ഒരു കാര്യമാണല്ലോ ചെയ്തു വന്നിട്ടിരിക്കുന്നത്. അവരെന്തായാലും സംസാരിക്കും കേട്ടോ. ചേച്ചിയുടെ സ്കൂൾ ഏതാ? സ്കൂൾ റിവീൽ ചെയ്യുന്നില്ല. സ്കൂൾ ഞങ്ങൾ പറയുന്നില്ല. ആ സ്കൂളിന്റെ പേര് പറയാതിരുന്നത് വളരെ നല്ലൊരു കാര്യമാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലൊരു രീതിക്ക് നിങ്ങൾ എഫക്ട് ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂൾ ഇറങ്ങി കഴിഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിലുള്ള കുട്ടികൾ താൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി ആ ഒരു ആരാധനയോടുകൂടി വന്ന് സംസാരിക്കാനും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് പറയാതിരുന്നത് നന്നായി. എന്നാലും റെപ്യൂട്ടേഷനെ ബാധിക്കത്തൊന്നുമില്ല, അത് വേറെ കാര്യം. നമ്മളിങ്ങനെ തെറ്റൊക്കെ ചെയ്യുമ്പോഴാണ് റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നൊക്കെ ഒന്ന് മീഡിയയിൽ പറയുന്നത്. ഇതിപ്പം തെറ്റാണോ? അല്ലല്ലോ, ഇതുവരെ തെറ്റൊന്നും അല്ലല്ലോ. ഇതുവരെ വളരെ 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 ശരിയാണെന്നല്ലേ മോൾ പറയുന്നത്. മാരേജ് കഴിഞ്ഞതിൽ റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ടോ? മാരേജ് കഴിഞ്ഞതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ എടുത്ത ഡിസിഷനാണ് എന്റെ മാരേജ്. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല. പിന്നെ എന്റെ ഇതിലും രണ്ടാമത്തെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പെട്ടെന്നാണ് ചെയ്തത്. മോള് പറഞ്ഞു വരുന്നത് വെച്ച് നോക്കി കഴിഞ്ഞാൽ മോൾക്ക് എന്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് മോളുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. മോളൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു മോളുടെ വീട്ടുകാര് മോളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എടാ, വിദേശത്തൊക്കെ വിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്രയ്ക്കും രീതിക്ക് മോള് നല്ല രീതിക്ക് എത്തണം എന്നുള്ള ആഗ്രഹമുള്ള പാരന്റ്സ് അല്ലേ. അപ്പം ആ ഒരു രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സല്യൂട്ട് അല്ലേ കൊടുക്കേണ്ടത്. അതിന് പകരം അവരെയും കണ്ണിൽ കരയിച്ചുകൊണ്ട് പോയി ഒരു കല്യാണവും കഴിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ നിന്ന് യൂട്യൂബിൽ നിന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ പറയുന്നു റിഗ്രറ്റ് ഇല്ല എന്ന്. ഇങ്ങനെ റിഗ്രറ്റ് തോന്നാതെ ഇരിക്കട്ടെ ലൈഫ് ലോങ്. പക്ഷെ ഞാനൊരു അഡ്വൈസ് തരാം, വേറൊന്നുമല്ല, ഉപദേശമെന്ന് വിചാരിക്കേണ്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. 18 വയസ്സ്, ഇപ്പൊ നമുക്ക് 18 വയസ്സേ ആയിട്ടുള്ളൂ. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു 20-ലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു കാഴ്ചപ്പാട് ഫുള്ളി മാറും. ഓക്കെ, ഞാൻ എൻ്റെ 18 വയസ്സ് ചിന്തിച്ച പോലെ അല്ല 20-ാമത്തെ വയസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ 20-ാമത്തെ വയസ്സിൽ നിന്നും ഒരു ഫാർ ഫാർ ബെറ്റർ ആയിട്ടാണ് ഞാൻ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രാക്ടിക്കലാവും. അപ്പോഴത്തേക്കും റിഗ്രറ്റ് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോ. ഇപ്പോഴത്തെ ലൈഫും മുൻപത്തെ ലൈഫും തമ്മിൽ എന്താണ് ഡിഫറൻസ്? മുമ്പത്തെ ലൈഫ് എന്ന് വെച്ചാ എന്താ പറയാ, ഞാനിങ്ങനെ എന്താ പഠിത്തം എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. ഇവന്റെ ആരും പിന്നെ എന്നെ കാണാൻ എടുക്കാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിലോട്ട് വലിയ ഇത് നമ്മൾ ഇൻഫ്ലുവൻസ് അതിലോട്ട് വലുതായിട്ട് കൊടുക്കത്തില്ല. ഞാനിങ്ങനെ പഠിച്ച് എന്റെ കാര്യങ്ങളൊക്കെ ഇന്ന് നോക്കും. പിന്നെ ഇഷ്ടമാണ്, അതൊക്കെ ഓക്കെയാണ്, ഇഷ്ടമൊക്കെ ഞാൻ പോകും. പഠിത്തത്തിലോട് തന്നെ ശ്രദ്ധ കൊടുക്കും. ഇവൻ പിന്നെ ജോലിക്ക് പോകും, ഇവന്റേതായിട്ടുള്ള കാര്യങ്ങൾ. അതിനായിട്ട് ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിക്കുണ്ട്. കല്യാണത്തിന് മുന്നേ വരെ വീട്ടുകാർ പറയുന്നത് മാത്രം കേൾക്കുക, പഠിക്കുക. വീട്ടുകാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം കൊണ്ട് തരും, അതൊക്കെ ടെസ്റ്റ് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇടയ്ക്ക് ചോട്ടനെ കാണും, ചോട്ടൻ്റെ അടുത്ത് സംസാരിക്കും, ചോട്ടൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, അത്രേ ഉള്ളൂ. കല്യാണത്തിന് ശേഷം എന്താ, നമുക്ക് എന്ത് വേണോ നമുക്കതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ഒരു സ്റ്റേജിലേക്ക് ഈ കുട്ടി മാറിയിരിക്കുകയാണ് 18-ാമത്തെ വയസ്സിൽ. പൊതുവെ പെൺകുട്ടികൾ മാറുക 10-26 വയസ്സാകുമ്പോഴാണ് ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് മാറുക. അപ്പോഴത്തേക്ക് അവർ സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഈ കുട്ടിക്ക് അതും ഇല്ല, വിദ്യാഭ്യാസവും പാതി വഴിക്ക്, ജോലിയും ഇല്ല, പോരാത്തതിന് കുറെ റെസ്പോൺസിബിലിറ്റീസ് എടുത്ത് തലേ വെച്ചിട്ടുണ്ട്. ചോട്ടു എന്ന് പറയുന്ന ചെറുക്കനെ കല്യാണവും വെച്ചിട്ടുണ്ട്. സീരിയസ്ലി പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിരി വരുന്നത് വേറൊന്നും കണ്ടിട്ടല്ല, സിറ്റുവേഷൻ അതാണ്. താനിപ്പോൾ 18-ാമത്തെ വയസ്സിൽ താൻ ചിന്തിക്കുന്നതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും താൻ 20s ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ 20s വരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു അറ്റ്ലീസ്റ്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും തന്നെ മെന്റാലിറ്റി മാറിയേനെ. താൻ പുറത്ത് വിദേശത്തൊക്കെ പോയിട്ട് പഠിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കും താനൊന്ന് ഫിനാൻഷ്യലി സെറ്റ് ആവും, ഈ ചെറുക്കനെയും കൊണ്ടുപോവാം, അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെക്യൂർ ആവാനുള്ള ബോധമെങ്കിലും വന്നേനെ. ഇപ്പൊ അതും ഇല്ലാതെ എടുത്ത് ചാടിപ്പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് സ്വന്തമായിട്ട് നിന്ന് തന്നെ അനുഭവിക്കുക. ശരിക്കും പ്രശ്നമാണ്.
എന്റെ അമ്മ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. വിളിക്കത്ത് കൊടുക്കത്തോന്നൊന്നുമില്ല. അവര് കോണ്ടാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. വീട്ടുകാരെങ്ങനെ കോണ്ടാക്ട് ചെയ്യും? വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങൾ ട്രോഫി ഒക്കെ കൊടുത്തിട്ടാണല്ലോ പൊന്നുമോൾ ഇറങ്ങി പോകുന്നത്. പിന്നെ എങ്ങനെ അവർ കോണ്ടാക്ട് ചെയ്യുന്നത്? അവർ ഇത്രയും നാൾ വളർത്തിയതൊക്കെ ഇമാതിരി രീതിക്ക് കേൾക്കാനായിരുന്നു. അതുകൊണ്ട് അവർ കോണ്ടാക്ട് ചെയ്യത്തില്ല. ഇനിയിപ്പോ നാളെ കുഞ്ഞൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. പൊതുവെ നമ്മുടെ ഇവിടെ കണ്ടുവരുന്ന സമ്പ്രദായമാണല്ലോ അത്. നോക്കാം. ചെയ്യാനൊക്കെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ എന്തായാലും ഇല്ല. നിങ്ങളുടെ പാരന്റ്സ് എന്തായാലും ആ വ്ലോഗ് കാണുന്നുണ്ടാവും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾ എങ്ങനെ ഇരിക്കുന്നെന്ന് എങ്ങനെ പോയാലും ഏതൊരു പാരന്റും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവരെത്ര ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ മോളാണെന്നുള്ളൊരു ബോധം ഉണ്ടാവും. അവരെന്തായാലും താൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് വ്ലോഗ് കാണും. ആ വ്ലോഗ് കാണുന്ന സമയത്ത് താൻ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല രീതിക്ക് വേദന ഉണ്ടാവും. കാര്യം ഏത് രീതിക്ക് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു, അവൾ ഏത് രീതിക്കാണ് പഠിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് കാണുന്ന സമയത്ത് അവർക്ക് സങ്കടം ഉണ്ടാവും. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലാകത്തില്ല, വഴിയേ മനസ്സിലായിക്കോളൂ. ബേബി പ്ലാനിങ് ഉണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബേബി പ്ലാനിങ് ഒന്നും ഇപ്പഴില്ല. ആരുടെ ആ ക്വസ്റ്റ്യനൊക്കെ പറിച്ചു വരുന്നത്? ബേബി പ്ലാനിങ്? അതിന് ആ കൊച്ചു കുഞ്ഞല്ലേ, ആ കുഞ്ഞിന് പിന്നെ എങ്ങനെ കുഞ്ഞുണ്ടാവുന്നത്? നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ ഇങ്ങനെ? ഒരു കപ്പിൾസ് കല്യാണം കഴിച്ചിട്ട് വ്ലോഗ് ഇട്ടോന്നെ ബേബി പ്ലാനിങ് ഉണ്ടോന്ന്? വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, ഇപ്പൊ എന്റെ പഠിത്തം പിന്നെ ഇടയ്ക്ക് ഒരു ബേബിയാണ്. ഞങ്ങൾ തിങ്ക് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോ നോർമലി ഞങ്ങൾക്ക് കല്യാണം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന സാഹചര്യമായിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു. പെട്ടെന്ന് കല്യാണം കഴിച്ചു എല്ലാവരും വിചാരിച്ചേക്കുന്നത് പെട്ടെന്ന് തന്നെ അടുത്ത് കൊച്ച അങ്ങനെയൊന്നുമല്ല. അതിനെപ്പറ്റിയൊന്നും ഞങ്ങൾ ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. സ്വന്തം കാലിൽ ഇതുവരെ സെറ്റായി നിന്നിട്ടില്ല. സ്വന്തം കാലിലേക്ക് നിന്നിട്ട് ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവുമ്പോ അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കത്തുള്ളൂ. അവള് പഠിക്കണം, പഠിച്ച് വളരെ ഒരു സ്റ്റാൻഡിൽ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി. ആദ്യം ഈ അടുത്തിരിക്കുന്ന കൊച്ചൊന്ന് വലുതായി ഈ കൊച്ചിന്റെ ലൈഫ് ഒന്ന് സെക്യൂർ ചെയ്യട്ടെ. ഇനിയിപ്പോ അവന് നോക്കാനുള്ളത് ഈ കുട്ടീനെയാണ്. ഭാര്യേനെയും കുഞ്ഞിനെ ഒരുമിച്ച് നോക്കേണ്ട അവസ്ഥയാണ് ഇവന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും കുഞ്ഞും ഒരാളിലാണ്. സോ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബേബി പ്ലാനിങ്ങിനെയൊക്കെ പറ്റി ചിന്തിച്ചാ പോരെ? ഈ മനുഷ്യന്മാരാണ് ഈ ഓരോ ചിന്ത കുത്തിവെച്ച് കിടക്കുന്നത്. വേറെ പണിയൊന്നുമില്ല. അങ്ങോട്ട് പാടുന്ന പൂജ കുറച്ചുകൂടി വലുതായി അമലിനെ വേണ്ടായിരുന്നു എന്ന് തോന്നുമോ? ഒരിക്കലുമില്ല. കുറച്ചുകൂടെ വലുതായെന്ന് വെച്ചാൽ എന്ത് ഉദ്ദേശിക്കുന്നു എനിക്ക് അറിയത്തില്ല. ഇനി കുറച്ച് നാളൂടെ കഴിയുമ്പോ ഞാൻ വേറെ പയ്യനെ തപ്പി പോവും എന്നാണ് മൈൻഡ് മാറുന്നൊന്നുമല്ല, ഒരിക്കലും ഇല്ല. വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത് എങ്ങനെ വരും ഒരു കുറച്ച് കാലം കഴിഞ്ഞിട്ടെന്ന് മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച വാക്കുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് പുള്ളിക്കാരിക്ക് അത്ര ഇതായിട്ട് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആ ഉത്തരം പറയുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായി ഇമ്മെച്വർ ആയിട്ടുള്ള ഒരു ഫേസിൽ നിന്നിട്ടാണ് ആ സംസാരിക്കുന്നത്. ഈ സ്പേസിൽ ഇപ്പൊ പറഞ്ഞേക്കുന്ന ഈ വാക്കുകൾ അതേപോലെ പാലിച്ചു പോവാണെങ്കിൽ അടിപൊളിയാണ്. ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ വന്നാലും അങ്ങോട്ട് ഗിവപ്പ് ചെയ്യാതെ സെറ്റായിട്ട് പോവാണെങ്കിൽ അങ്ങനെ പോട്ടെ, നല്ല കാര്യം. പക്ഷെ കുറച്ച് കാര്യങ്ങളുണ്ട്, വഴിയേ മനസ്സിലാവും. അമലിനെ വേണ്ടെന്ന് എനിക്കും ഒരിക്കലും തോന്നത്തില്ല. കാരണം ഞാൻ ട്രസ്റ്റ് ചെയ്ത് സ്നേഹിച്ചു, എന്നെ അതുപോലെ തിരിച്ച് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് ഞാൻ പറയുന്നു. ഇവിടെ ഇപ്പൊ ട്രസ്റ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു കാര്യം ആലോചിച്ചോ, തന്റെ പാരന്റ്സിന് തന്നോടൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് താനിപ്പം ഇയാളുടെ കൂടെ വന്ന് ഇവിടെ നിന്നിട്ട് ഈ ട്രസ്റ്റിനെയും ലക്കിനെയും പറ്റി സംസാരിക്കുന്നത്. അപ്പം ട്രസ്റ്റിനെയും ലക്കിനെയും ഒക്കെ തന്റെ വാക്കുകൾ പറയുമ്പോഴത്തേക്കും എന്ത് വിലയാ ഉള്ളത്? തന്റെ പാരന്റ്സ് തന്നെ ഒത്തിരി സ്വപ്നങ്ങളോട് കണ്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ചാടണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലില്ല. ഇല്ല, എടുത്ത തീരുമാനം കറക്റ്റ്. ഇപ്പൊ ഞാൻ ഈ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് +2 കഴിഞ്ഞ് എനിക്ക് മുമ്പോട്ട് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. ബിക്കോസ് അതിനുശേഷം എന്റെ മാരേജ് ഇങ്ങനെ എന്നെ വേറൊരാളായിട്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അത് ചെറിയ പ്ലാൻ ഉണ്ട്. ഞാൻ അത് അറിഞ്ഞില്ലായിരുന്നു. എല്ലാം ആദ്യം ഞാൻ അറിഞ്ഞില്ല, പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോഴാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ ഞങ്ങൾ പെട്ടെന്ന് എടുത്തത്. കാലത്തിനനുസരിച്ചിട്ട് കോലം മാറുക എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലത്തിനനുസരിച്ച് കോലം മാറുന്നല്ല, വാക്ക് മാറുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരിന് മുമ്പുള്ള ഇന്റർവ്യൂല് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കാൻ എൻ്റെ പാരന്റ്സിന് പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഇപ്പൊ വന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പാരന്റ്സിന് വേറെ കല്യാണം എന്നെ കഴിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കാനൊന്നും വിടത്തില്ലായിരുന്നു. അവരെന്നെ വേറെ കല്യാണം കഴിപ്പിക്കും. അത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. അതെങ്ങനെ മോൾ ഇപ്പൊ അറിഞ്ഞത്? ഇപ്പൊ ആര് പറഞ്ഞത്?
അപ്പൊ അറിയാം വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്ന അത്ര നല്ല കാര്യമാണെന്നും. ആ കമന്റ് ബോക്സിൽ കുറെ പൊങ്കാല കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ വാക്ക് മാറ്റി. അത് ഉടനെ കല്യാണമാക്കി. കല്യാണം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒളിച്ചോട്ടം എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുമല്ലോ എന്നാക്കി. എങ്ങനെ ഇരിക്കുന്നു? നല്ല ഭാവിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മോള് ജീവിച്ചു നോക്കോളും. കാര്യം എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം വഴിക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. ഇങ്ങനെ വേണം ജീവിതകാലം മുഴുവനും. അംബീഷൻ എന്റെ എനിക്ക് അംബീഷൻ ചോദിച്ചത് ഞാൻ ആദ്യമത്തെ ഇന്റർവ്യൂവില് ഡോക്ടർ എന്ന് പറഞ്ഞായിരുന്നു. കാരണം പെട്ടെന്ന് എന്നോട് അവർ ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ പറയണമെന്ന് അറിയാത്തത് ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞു. അതിനെ പറ്റി കുറെ പേര് ട്രോളിയായിരുന്നു. ഡോക്ടർ ഒന്നും അല്ല അംബീഷൻ. ഞാൻ ഇതുവരെ അംബീഷനെ പറ്റി ചിന്തിച്ചിട്ടില്ല. പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ആണെന്ന് പറഞ്ഞ കുട്ടി ഇപ്പൊ മാറ്റി CS ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ അത് ഇപ്പൊ ഒരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. പ്ലസ് ടു കഴിയുമ്പോൾ CS എടുക്കണം എന്നൊക്കെ ഞാൻ CS എടുക്കണം എന്ന് എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. CS എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖം കണ്ട എപ്പോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിക്ക്. നിങ്ങളിപ്പോ ഈ കുട്ടി പറയുന്നുണ്ട് എനിക്ക് അംബീഷനെ പറ്റിയിട്ടൊന്നും പ്ലാനിങ് ഇല്ല. അംബീഷനെ പറ്റിയിട്ടൊന്നും പ്ലാനിങ് ഇല്ല. ഞാൻ എന്റെ ലൈഫിനെ അങ്ങനെ പോകണമെന്നും പുള്ളിക്ക് പ്ലാനിങ് ഇല്ല. പക്ഷെ 18 വയസ്സായപ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചു. അതാണ് എന്റെ അൾട്ടിമേറ്റ് ഗോള്. മനസ്സിലായോ? സാധാരണ ഞാനൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കല്യാണം ഇതൊന്നും അല്ല ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുന്നത്. 9 അതിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എന്താണോ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ പ്രിപ്പയർ ആയാലും ആ സമയം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ പറ്റത്തുള്ളടേ. ഇത് പ്ലസ് ടു കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് അഡ്മിഷൻ തുടങ്ങുന്ന ഒരു 2-3 months ആണ്. ആ മന്ത്സിനുള്ളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റും? അതൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പൂജയുടെ അമ്മയുടെ സങ്കടം മനസ്സിലാക്കാൻ പൂജയുടെ അമ്മയുടെ സങ്കടം മനസ്സിലാക്കണമെങ്കിൽ കുട്ടി പ്രായം എത്തണം. അതിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടിയതാണോ അതോ അക്ഷരം അറിയാത്തത് കൊണ്ട് ബുദ്ധിമുട്ടിയതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മോളെ അംബീഷൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അക്ഷരം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ ഇതുപോലെ വിയർക്കേണ്ടി വരത്തില്ല രണ്ടുപേരും. ആ ചേച്ചി പറഞ്ഞത് കറക്റ്റാ. കാരണം ഒരു അമ്മയുടെ സ്ഥാനത്ത് ഇന്നലെ നമുക്ക് മനസ്സിലാവും. എനിക്ക് എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ പറ്റില്ല. എന്താണ് കുട്ടി ഉദ്ദേശിച്ച് ലൈഫ് സ്പോയിലാക്കാൻ പാരന്റ്സ് തീരുമാനിച്ചു എന്ന് പറയുന്നത്? വിദേശത്ത് വിട്ട് പഠിപ്പിക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചതാണോ മോളുടെ ലൈഫ് സ്പോയിലാക്കുന്നത്? ഓക്കെ, ഇപ്പൊ അത് ലൈഫ് സ്പോയിലായിട്ട് തോന്നുന്നു. എനിക്ക് ചൂട്ടിനെ കാണാൻ പറ്റത്തില്ല, ഞാനിനി എങ്ങനെ ചൂട്ടിനെ കാണും, ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ടി വരുമോ എന്നൊക്കെ തോന്നിയത് കൊണ്ടായിരിക്കല്ലേ ഒളിച്ചോടിയത്. പക്ഷെ ഉണ്ടല്ലോ, മോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാവും ഏതാണ് ആരാണ് ലൈഫ് സ്പോയിൽ ചെയ്തത് എന്ന്. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ. സ്നേഹം ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. എന്തായാലും കൊള്ളാം. സങ്കടമൊന്നും ഇല്ല, എന്നാലും ഒരു ചെറിയ വിഷമം. നമുക്കിതൊന്നും കാണിക്കാൻ ചെറുക്കാനില്ലല്ലോ അവിടെ. കുഴപ്പമില്ല, പോട്ടെ, സാരമില്ല. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്കിപ്പം ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ, കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറെ അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇതേപോലെ ഫാൻ ബേസ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാമെന്ന്. വെറുതെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എടുക്കുന്ന ഏറ്റവും വലിയ ഡിസിഷനാണ് മാരേജ് എന്ന് പറയുന്നത്. അതിനേക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എഡ്യൂക്കേഷൻ മീൻസ് നമ്മൾ എത്ര നാൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയാലും നമ്മൾ എത്ര നാൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് നേടിയെടുക്കുന്ന എഡ്യൂക്കേഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. കാര്യം അത് നമ്മൾ നേടിയെടുത്ത നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. അത് കളഞ്ഞിട്ട് ഇതുപോലെ മാരേജ് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകത്തുള്ളൂ. സീരിയസ്ലി. മിനിമം നിങ്ങളൊരു ഡിഗ്രി എങ്കിലും, ഞാൻ പ്ലസ് ടു പറയില്ല, ഡിഗ്രി എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗേൾസിൻ്റെ അടുത്താണ് പറയുന്നത് കൂടുതലായിട്ട്. കാര്യം ഡിഗ്രി നിങ്ങളൊരു കോളേജിൽ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ മാറും. നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് മാറും. നിങ്ങൾ ഒരു കാര്യത്തിന് അഡ്രസ്സ് ചെയ്യുന്ന രീതി മാറും. മൊത്തത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ടു വരെ നമ്മൾ പാഠപുസ്തകം, സ്കൂള്, വീട് അങ്ങനെ നടക്കുന്ന കുട്ടികളാണ്. നമുക്ക് ഒരു എന്റർടൈൻമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നിങ്ങളെ വാർത്തെടുത്തിരിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് എപ്പോഴും 24 hours അവിടെ ഇവിടെ എല്ലാവരും നിന്നിട്ട് പഠിക്കുക മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും എന്ത് നടക്കുന്നോ, നിങ്ങൾക്ക് സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ പൊളിറ്റിക്സിലോട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സൊസൈറ്റിയിൽ എന്തൊക്കെ നടക്കുന്നു ഒക്കെ അഡ്രസ്സ് ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത് നിങ്ങളുടെ കലാലയ ജീവിതത്തിലാണ്, കോളേജ് ലൈഫിലാണ്. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ 3 വർഷം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ 3 വർഷം അടിച്ചു പൊളിച്ച് നല്ലൊരു കോളേജിൽ, അതിന് നല്ല മാർക്ക് വേണം, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ലൈഫ് ഒന്ന് എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ
നിങ്ങൾ ചിന്തിക്കുന്നത് മാറും. നിങ്ങൾ പോലും അറിയത്തില്ല നിങ്ങൾക്കുണ്ടാവുന്ന ചേഞ്ച് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഡിഗ്രി എങ്കിലും എടുത്തതിന് ശേഷം മാത്രമേ കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിനെ പറ്റിയിട്ടെങ്കിലും ചിന്തിക്കാവുള്ളൂ. പ്രണയം ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഓക്കെ. പക്ഷേ കല്യാണത്തിലേക്ക് പോകുന്നത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ ബിഫോർ മാരേജ് ആൻഡ് ആഫ്റ്റർ മാരേജ് ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഗൈസ്. അത് നിങ്ങൾ അതിലോട്ട് എത്തിയാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ എന്തായാലും കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ആഫ്റ്റർ മാരേജ് പറയാൻ അറിയത്തില്ല. കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വേണം ഞാൻ പറയാം. പക്ഷെ എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അത്ര സുഖമുള്ള പരിപാടിയല്ല. നല്ല രീതിക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല എങ്കിൽ പെട്ടുപോകും, സീരിയസ്ലി. അതേപോലെ തന്നെ ഇവരുടെ വീഡിയോസ് കാണുന്നത് നിർത്തണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല. അവർ സപ്പോർട്ട് ചെയ്യുക, അവരുടെ വരുമാന മാർഗ്ഗമാണ്, അവർക്ക് അതിൽ നിന്ന് ഇൻകം കിട്ടട്ടെ, അവർ അടിപൊളിയായിട്ട് ജീവിച്ചു പോട്ടെ, അത്രേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇതുപോലെ ചാടാൻ നിൽക്കുന്ന പിള്ളേരോട് ഞാൻ പറയാം, നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക്. സീരിയസ്ലി നിങ്ങൾ മിനിമം ഡിഗ്രി എങ്കിലും എടുത്തിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങളുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. പാരൻസ് ഒട്ടും അടുക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രം ആ ഒരു എക്സ്ട്രീം ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ഓക്കെ, കാര്യം നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ് നിങ്ങളുടെ പാരൻസ്, അത് ഓർത്തോ. ഇത് തിരിച്ചടിക്കും, കർമ്മ ഈസ് എ ബൂമറാങ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണെന്ന് പറയാനുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.